ഇതുണ്ടോ? ഓ ഇതിനകത്ത് വരും. തിളക്കാൻ കണ്ട മുഴുത്തിയ നല്ല ഇടത്തിന് നല്ല കാര്യമില്ല. എന്തായാലും ഇതിനെ തട്ടിക്കൊട്ടി ഇട്ടിട്ട് അടുത്ത വീശ എന്തായാലും തുടങ്ങാം. നല്ലപോലെ വിരിഞ്ഞില്ലെങ്കിൽ അത്യാവശ്യം വയമ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സ്ഥലം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്താ വീശാനുള്ള പരിപാടിയാണ്. നേരെ വീശി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള തിളക്കം കണ്ടോണം. ഇത്രയാണ് തുടങ്ങുന്നത്. അങ്ങനെ വലിച്ചു കൊണ്ടുവരികയാണ്. ഒരുപാടില്ല, അവിടുത്തെ അത്ര ഇല്ല, കുറച്ച് വീശിൻ്റെ അത്ര ഇല്ല. അല്ലയോ ചെറുതായിട്ടൊന്നും ഇറങ്ങിയതല്ല. ഞാൻ വിചാരിച്ചാൽ മുകളിൽ തിളക്കം കണ്ടെന്ന് വിചാരിച്ച് നല്ല പോലെ കാണുന്നു. അതാണ് നമ്മൾ വൃത്തിയാക്കത്തില്ല, നമുക്ക് കിട്ടുന്നത്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണല്ലോ നാട്ടുകാർ, അവിടെ ഇറങ്ങി കുളമൊക്കെ. ഇങ്ങനെ വയമ്പിനെ തേടിയുള്ള അലച്ചിലാണ്. തേടി അലയാണെന്നില്ല, തോട്ടി വീശിയാൽ തന്നെ വയമ്പ് കിട്ടും. എങ്ങനെ വയമ്പുള്ള പ്രദേശം നോക്കിയിട്ട് പോവാം. വലയൊക്കെ കൊടുന്ന് ആവശ്യത്തിലേറെ കിട്ടും. 2 വീശത്തിന് തന്നെ അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട്. വയമ്പ് കയറിയിട്ടുണ്ട്. വയമ്പിലൂടെ ഉറുവപ്പരൽ 2 ഉണ്ട്, പിന്നെ നമ്മുടെ പോലെ. പിന്നെ വറുത്തടിക്കാൻ സൂപ്പറാണ്, രക്ഷയില്ല. ഇതിന് കിട്ടണം അല്ലേ ഒരുപാട്. അത് ഒഴുക്കുള്ളടത്ത് കിട്ടണം. മൂത്ത സമയമാകുമ്പം നമ്മളൊറ്റ മീനും കഴിയാതെ കളയില്ല. കഷ്ടപ്പെട്ട് വീശുന്നതാണ്, പാഴായി കളയില്ല. പക്ഷെ മീനെ കളയില്ല, വീശെടുത്തിട്ടോ. ഒന്നാമത് ഇപ്പം മീൻ കിട്ടാനില്ല, അപ്പം പിന്നെ നമ്മൾ ഒരിക്കലും മീനെ പാഴായി കളയില്ല. കിട്ടുന്ന എല്ലാം പിടിച്ച് അവസ്ഥ. പല നല്ല പെരുവെള്ളമെന്നല്ലേ പറയുന്നത്, അതേണൊക്കെ ഉള്ളൂ. എടുത്തുകൊണ്ട് പോവാ. റിസ്ക് എടുത്താണ് ഭയങ്കര പിടിക്കാനായിട്ട് പോകുന്നത്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തെറ്റിയ കിട്ടില്ല. അറിയാൻ വയ്യ, നോക്കാം. അതിനുള്ളൂ ഉണ്ടോ തിളങ്ങുന്നുണ്ടോ വളരെ മുമ്പത്ത്. തോന്നില്ല ഞാൻ ഇവന്മാരെടുത്തോണ്ട് വരാം. ആ പോന്നു. നമ്മൾ ഈ ഉച്ച സമയത്താണ് ഈ വയമ്പനെ വീശുന്നത്. വയമ്പനെ വീശി എന്താ നമുക്ക് ഉച്ച സമയത്താണ്
ആവശ്യം പോലെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല മുഴുത്ത വയമ്പനെ കിട്ടിയിരുന്നുണ്ടോ അല്ല. വയമ്പൊക്കെ പറന്നു പോകും. ഫുള്ള് കണ്ടു കിടക്കുകയായിരുന്നു. നമുക്ക് അത്യാവശ്യം ന്യായമായിട്ട് ഒരു വീശിന് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല മുഴുത്ത വയമ്പാണ് കണ്ട, മുഴുത്ത വയമ്പ കിട്ടിയിരിക്കുന്നത്. മുഴുത്ത വയമ്പിൻ്റെ പവർ അവൻ കാണിക്കുന്നുണ്ട്. 2 പേരേ ഉള്ളൂ, അതുകൊണ്ട് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. ക്യാമറ എടുക്കണം, പിന്നെ പറക്കിയിടണം, വല വീശണം. അപ്പം നമ്മളിപ്പോൾ ഏകദേശം ഒരു 4 വീശായിട്ടുള്ളൂ. 4 വീശായപ്പം തന്നെ നമുക്ക് ന്യായമായിട്ട് മീൻ കിട്ടിയിട്ടുണ്ട്. ഒരു ബക്കറ്റ്, അതിനകത്ത് വലിയൊരു പെയിൻറ്റ് ബക്കറ്റിൻ്റെ 4 ഭാഗത്തോളം മീൻ കിട്ടിയിട്ടുണ്ട്. നല്ല പൊരി വെയിലാണ് കേട്ടോ, സത്യം പറഞ്ഞ സഹിക്കില്ല. ആയില്ല, ഉദ്ദേശിച്ചൊന്നും ആയില്ല. കണ്ടോ അങ്ങനെ കറുത്ത് കിടക്കുന്നുണ്ടോ? ഒരു കളം വയമ്പാണ് ഫുള്ള്. അപ്പം വല സെറ്റ് ചെയ്യുന്നുണ്ട്. നേരെ അവന്മാരെ വല വീശി ഫുള്ള് അങ്ങ് എടുക്കുക. ഇങ്ങോട്ട് വരുന്നുണ്ട് വീശാനേ. ഒരു സൗകര്യമില്ല. അതാ ഒന്നാമത് ഇത് കര കുറവാ, കരയും കുറവ്, നിൽക്കാനൊരു ഇതില്ല, വാക്കില്ല. അതാണ് പ്രശ്നം. ഇങ്ങനെ നമ്മൾ പെട്ടെന്നാണത് വീശി എടുക്കുന്നുണ്ട്. പക്ഷേ വലിയ വരെയാണെങ്കിലേ കിട്ടിയാൽ മണിക്ക് വെയിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ എറിയുന്നതിനനുസരിച്ച് വലയാണ് പോകും. ഇത് നമ്മൾ എറിയുന്നതനുസരിച്ച് വല അവിടെ ചെല്ലുമ്പോൾ കൂടും. ഇത്രയും ഇതും കൂടെ നിൽക്കുന്നുണ്ട്, വല വിരിയത്തില്ല. ഇത്രയും താഴ്ചയും കൂടെ നിൽക്കുന്നുണ്ട്. ഇത്ര പോച്ചയില്ല. വഴി തരങ്ങളുണ്ടാക്കിയാണ് വീശുന്നത്. ഇങ്ങനെ പിടിക്കുന്ന കഷ്ടപ്പാട് ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ വിരിയുന്നില്ല നല്ല രീതി അങ്ങ് വരെ. ഇത് നമ്മളാ വലിയ വല എടുത്താൽ മതിയായിരുന്നില്ലയോ? ഇന്നും ആവശ്യമുണ്ട് കേട്ടോ, ആവശ്യത്തിനുണ്ട്. മീനുണ്ട്, പക്ഷേ ഉണ്ടുണ്ട്. നല്ല പോലെ കിടന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. കാരണം പറഞ്ഞാണ് കേട്ടോ, ഇതെല്ലാം ഉണ്ടോ ഇത് മുള്ളാണ്. പാലിനകത്ത് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പാലിനെ നശിക്കും, കൈയും പോവും. മീനെ പിടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല. മുള്ളാണോ കല്ലാണോ? ഒറ്റ വീശത്തിന് കിട്ടിയ വയമ്പ കിട്ടായി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. വെയിലത്തെ വല വീശല് ഉണ്ടാവോ? ഉണ്ട്. കുറച്ചേ ഉള്ളൂ. നല്ല മുഴുത്തതാട്ടോ. അതെ, വെറുതെ ഒന്നും നോക്കാതെ വീശിയതാണ്. വീശിയിട്ട് തന്നെ നമുക്ക് ഇത്രയും കിട്ടും. വേനൽ സമയത്ത് ആർക്കെങ്കിലും ഇങ്ങനെ കിട്ടും ഇവിടെ എവിടെയായാലും. നമ്മുടെ ശത്രു എത്ര ഊരിയാ നോക്കി. നമുക്ക് വേനൽ സമയമായിട്ട് തന്നെ നമ്മുടെ ആവശ്യത്തിന് മീൻ കിട്ടുന്നുണ്ട്. വേനൽ സമയത്ത് പൊതുവെ എല്ലായിടത്തും വയമ്പ് വീശിയാൽ തന്നെ വയമ്പ് കുറവാണ്. പക്ഷെ നമ്മുടെ അവിടെ ഉണ്ട്.
ഇനി ഇതിനും പറക്കാനാണ് പാട്. മരെല്ലാം പോച്ചയ്ക്കകത്ത് കയറി. അവിടെ ചെന്നിട്ടും പറ്റത്തില്ലല്ലോ. അവിടെ ചെന്നാലും ആ സൈഡിൽ കിടക്കുന്നത് ചാടിയതുണ്ട്. ഇവിടെ വീശിയപ്പോഴത്തേക്ക് മീൻ അവിടെ ചാടി. ആണേ കണ്ടോ, വീശുന്നതിന് നേരെ എതിർ സൈഡിലൊക്കെ മീൻ പടപടാ ചാട്ടം. അതിനകത്ത് ഉണ്ടാവുമെന്ന് തോന്നുന്നു കേട്ടോ. വയമ്പുണ്ട്, പക്ഷെ അത്ര ഇല്ല, കുറച്ചേ കാണത്തുള്ളൂ. ഉണ്ട്, അത്യാവശ്യത്തിനുണ്ട് കേട്ടോ. ഉണ്ട് 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 ഉണ്ട്. ഈയോ ഇതുണ്ടോ, ഒന്നും നോക്കാതെ എല്ലാം കൂടെ അതെടുത്തുണ്ടോ. ഇതുണ്ടോ കണ്ടോ, നമുക്ക് മീനെ പറക്കിട്ടു ഒരു 10 മിനിറ്റോടെ കഴിഞ്ഞൊരു ബീച്ചിലെ വിളിച്ചാൽ അതങ്ങനെ ആ പടൽ നിൽക്കുന്നുണ്ട്. അവിടെ ചിലപ്പോഴത്തേക്ക് ചുരുങ്ങുന്ന സാധനം അതാ. വീശിൻ്റെ ഇടയ്ക്ക് കിട്ടുകയുണ്ട് കാട്ടുമത്തയ്ക്ക്. നിങ്ങൾ അവിടുന്ന് ഇവിടം വരെ വന്നതല്ലോ. വയമ്പെല്ലാം ചത്തു കേട്ടോ. ചെറിയ വയമ്പ്, അതായത് കണ്ണിക്കത്തെല്ലാം കീറി ഉടക്കുന്നത്. ചെറിയ വയമ്പ് ആകുമ്പോൾ ഇങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ എന്താ നമ്മുടെ വീശൊക്കെ കഴിഞ്ഞ് വലയൊക്കെ അങ്ങ് സെറ്റ് ചെയ്യാണ്. വല കഴുകാൻ പോകണം. വലയൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ വയമ്പ് ആവശ്യത്തിനുണ്ട്. 1/2 ബക്കറ്റ് വയമ്പുണ്ട്. കണ്ടില്ലേ, 1/2 ബക്കറ്റ് സാധനമുണ്ട്. കിട്ടില്ല. അപ്പം അത്യാവശ്യം നല്ല പോലെ വയമ്പുണ്ട്. ഉണ്ടല്ലേ, വയമ്പന്മാരെ കൊണ്ടുവന്ന് നേരെ കൊണ്ടുപോയിട്ട് വൃത്തിയാക്കിയിട്ട് തോരൻ വെച്ചുകൊണ്ട് അടിക്കണം. പൊളിയായിരിക്കും. അത് നമ്മുടെ വലയിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വയമ്പിനെ ക്ലീൻ ചെയ്യുകയാണേ. ക്ലീൻ ചെയ്ത് കൊണ്ടുപോകാനാണ് എല്ലാ വാരിയും തട്ടിയിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് ഓക്കെ. നമ്മൾ ഫൈനൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചാക്കോളം മീനുണ്ട്. എന്തായാലും അതിൻ്റെ തട്ടാണ്. അപ്പം നമ്മുടെ വീശലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനുണ്ട്, സനുവണ്ണനുണ്ടേ. സനുവണ്ണ ഓക്കെ ഓക്കെ. അപ്പം ഞാനുണ്ട്, സനുവണ്ണനുണ്ട്. അപ്പം സനുവണ്ണന് നമ്മളെ വീശലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോ അതിൻ്റെ വേണം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് ബെല്ലൈക്കോടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോ ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുക. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ മറ്റൊരു ദിവസം കാണും വരെ ബൈ ബൈ.